ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി എൽ മുരുകനും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 11 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻകർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തണമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കും പോലീസ് മേധാവിമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. രാജ്യത്ത് 1ാം-ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തായ്വാനിലുണ്ടായ ഭൂചലനത്തെ തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ്. ഇന്ത്യൻ പൌരന്മാർക്കായി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ കൊൽക്കത്ത ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി എൽ മുരുകനും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 11 പേരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെ 56 പേർ ഈ ആഴ്ച രാജ്യസഭയിൽ നിന്ന് വിരമിച്ചിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ ദ്വൈമാസ ധനനയ സമിതി യോഗത്തിന് മുംബൈയിൽ തുടക്കമായി. വെള്ളിയാഴ്ച RBI ഗവർണർ ശക്തികാന്ത ദാസ് ധനനയ പ്രസ്താവന നടത്തും. പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനവും അന്നുണ്ടായേക്കും. നിലവിൽ പോളിസി റിപ്പോ നിരക്ക് 6.5%. ഫെബ്രുവരിയിൽ ചേർന്ന യോഗത്തിൽ തുടർച്ചയായ 6ാം തവണയും റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുകയായിരുന്നു. സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ നിയമനിർവഹണ ഏജൻസികളുമായുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ, സംസ്ഥാന അന്താരാഷ്ട്ര അതിർത്തികളിൽ സ്വീകരിച്ച നിരീക്ഷണ നടപടികൾ എന്നിവ യോഗം വിലയിരുത്തി. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തണമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കും പോലീസ് മേധാവിമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മെച്ചപ്പെട്ട സാഹചര്യം ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്ന വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി 6 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചിരുന്നു. കൂടാതെ ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായും പ്രത്യേക നിരീക്ഷകരെ കമ്മീഷൻ വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്ത് 1ാം-ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും താരപ്രചാരകരും മണ്ഡലങ്ങളിൽ പര്യടനം തുടരുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്നിവർ ഇന്ന് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലും മുസാഫർ നഗറിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ ഘർ ഘർ ഗ്യാരണ്ടി അഭിയാൻ എന്ന പേരിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം 8 വരെയാണ് സമയം. വിശദാംശങ്ങളിലേക്ക്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി, LDF സ്ഥാനാർത്ഥി ആനി രാജ എന്നിവർ പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ നാളെ പത്രിക നൽകും. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ എന്നിവർ പത്രിക നൽകി. NDAയുടെ ML അശ്വിനി നേരത്തെ പത്രിക നൽകിയിരുന്നു. കണ്ണൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ, UDFന്റെ K സുധാകരൻ, NDA സ്ഥാനാർത്ഥി C രഘുനാഥ് എന്നിവർ ഇന്ന് പത്രിക നൽകി. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമും NDAയുടെ MT രമേശും പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി MK രാഘവൻ നേരത്തെ പത്രിക നൽകിയിരുന്നു. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയും NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണനും ഇന്ന് പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാളെ പത്രിക നൽകും. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി MP അബ്ദുൾ സമദ് സമദാനി, LDFന്റെ KS ഹംസ, NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറും പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി V വസീഫ്, NDA സ്ഥാനാർത്ഥി K അബ്ദുസലാം എന്നിവർ നേരത്തെ പത്രിക നൽകിയിരുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NDAയുടെ C കൃഷ്ണകുമാർ നാളെ പത്രിക നൽകും. LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിരുന്നു. തൃശൂരിൽ LDFന്റെ VS സുനിൽകുമാർ പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്നിവർ നാളെ പത്രിക നൽകും. ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഇന്ന് പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനും പത്രിക നൽകി.
LDFന്റെ സി രവീന്ദ്രനാഥ് നേരത്തെ പത്രിക നൽകിയിരുന്നു. എറണാകുളത്ത് LDF സ്ഥാനാർത്ഥി KJ ഷൈൻ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ പത്രികാ സമർപ്പണം നാളെയാണ്. NDAയുടെ KS രാധാകൃഷ്ണൻ നേരത്തെ പത്രിക നൽകിയിരുന്നു. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ ഇന്ന് പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജ് നാളെ പത്രിക സമർപ്പിക്കും. ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് എന്നിവർ ഇന്ന് പത്രിക നൽകി. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്നലെ പത്രിക നൽകിയിരുന്നു. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി AM ആരിഫും UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും നാളെ പത്രിക നൽകും. മാവേലിക്കരയിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ ഇന്ന് പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയും നാളെ പത്രിക സമർപ്പിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നാളെ പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി M മുകേഷ് പത്രിക നേരത്തെ സമർപ്പിച്ചിരുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി, NDA സ്ഥാനാർത്ഥി അനിൽ K ആന്റണി എന്നിവർ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക് നേരത്തെ പത്രിക നൽകിയിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDFന്റെ V ജോയ് ഇന്ന് പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നാളെ പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥി V മുരളീധരൻ നേരത്തെ പത്രിക നൽകിയിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാളെ പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്നലെ പത്രിക നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മദ്യനയ അഴിമതി കേസിൽ തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന് ഡൽഹി കോടതിയുടെ നിർദ്ദേശം. സഞ്ജയ് സിംഗിനെ തിഹാർ ജയിലിൽ നിന്ന് വിട്ടയക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപാണ് പ്രത്യേക ജഡ്ജി കാവേരി ബവേജ നിർദ്ദേശം നൽകിയത്. കൂടാതെ പാസ്പോർട്ട് സമർപ്പിക്കാനും 2 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബോണ്ടും ആകെ തുകയ്ക്ക് ആൾജാമ്യം നൽകാനും കോടതി നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടുന്നു. വിശാഖപട്ടണത്താണ് മത്സരം. ടോസ് നേടിയ കൊൽക്കത്ത ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇതുവരെ നടന്ന 2 മത്സരങ്ങളും ജയിച്ച കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 5-ാമതും ഈസ്റ്റ് ബംഗാൾ 11-ാമതുമാണ്. തായ്വാനിന്റെ കിഴക്കൻ തീരത്ത് ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ഭൂകമ്പത്തിൽ 700-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭൂചലനത്തെ തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തായ്വാനിലെ ഹുവാലിയൻ സിറ്റിയുടെ തെക്ക് ഭാഗത്ത് പസഫിക് സമുദ്രത്തിൽ 34.8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും അധികൃതർ അറിയിച്ചു. ജപ്പാനിലും ഫിലിപ്പീൻസിലും ഉൾപ്പെടെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂകമ്പത്തെ തുടർന്ന് തായ്വാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് അടിയന്തര സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി. ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് സഹായത്തിനും മറ്റ് വിവരങ്ങൾക്കുമായി ഇന്ത്യ തായ്പേയ് അസോസിയേഷന്റെ 0905247906 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ ad.itn@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാം. തായ്വാനിലെ ഇന്ത്യൻ പൌരന്മാരോട് പ്രാദേശിക അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. രാജ്യത്ത് വേനൽക്കാല രോഗങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉഷ്ണതരംഗങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഫലപ്രദമായ നടപടികളിലൂടെ മാത്രമേ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടാൻ കഴിയൂ എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് മരുന്നുകളുടെ വിലയിൽ വൻ വർധനവെന്ന മാധ്യമ വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വാർത്തകൾ ദുരുദ്ദേശപരമാണെന്നും സർക്കാർ വിമർശിച്ചു. മൊത്തവില സൂചികയുടെ അടിസ്ഥാനത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ് വർഷം തോറും മരുന്നുകളുടെ പരമാവധി വില നിർണ്ണയിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 27 പോയിന്റ് താഴ്ന്ന് 73,877-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 19 പോയിന്റ് നഷ്ടത്തിൽ 22,435-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി എൽ മുരുകനും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 11 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തണമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കും പോലീസ് മേധാവിമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. രാജ്യത്ത് 1ാം-ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തായ്വാനിലുണ്ടായ ഭൂചലനത്തെ തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ്. ഇന്ത്യൻ പൌരന്മാർക്കായി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.